ഡിയർ ഫ്രണ്ട്സ്, ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ വിത്ത് മാധവ് മാഷ്. നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ വാചകങ്ങളെക്കുറിച്ച്. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് കഴിഞ്ഞു, ക്ലോസ് ഫ്രേസ് കഴിഞ്ഞു. ഇനി നമ്മൾ തരുന്ന ഓരോ വാചകത്തിലും ഏതാണ് ഫ്രേസ് ഏതാണ് ക്ലോസ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാനിവിടെ ഇപ്പോൾ ഇന്ന് തരാൻ പോണത് 5-6 എക്സാമ്പിളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് വാചകങ്ങൾ ക്ലോസുകൾ അടങ്ങിയിരിക്കുന്നു, ഫ്രേസുകളും ഉണ്ടാവും. ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള വാചകത്തിനെ സിമ്പിൾ സെന്റൻസ് പറയും. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ള വാചകത്തിനെ കോംപ്ലക്സ് സെന്റൻസ് പറയും. രണ്ട് മെയിൻ ക്ലോസോ അതിലധികമോ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് ഉള്ള വാചകത്തിനെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയും. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ രണ്ട് മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉള്ള വാചകത്തിനെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. ഒന്നുകൂടി പറയാം, രണ്ട് മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് ഉള്ള വാചകത്തിനെ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. അപ്പോൾ സിമ്പിൾ സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടനയും സ്വഭാവവും അനുസരിച്ചാണ് വാചകത്തിനെ 4 തരംതിരിച്ചിരിക്കുന്നത്. ഇത് ക്ലോസുകളുടെ ഘടനയാണ് കേട്ടോ, ഈ വാചകത്തിലെ ക്ലോസുകളുടെ ഘടന. അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് ആൾറെഡി ടോൾഡ് യു ദാറ്റ് sentences can also be classified into 4 depending on the words order in the sentence. The order of the words in a sentence. Sentences can be classified into 4. They are assertive, imperative, exclamatory, interrogative. അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ വാചകം. അപ്പോൾ ഒരു അസർട്ടീവ് സെൻറ്റൻസ് പദങ്ങളുടെ ക്രമം അനുസരിച്ച് അസർട്ടീവ് സെൻറ്റൻസ് ആവാം. ക്ലോസുകളുടെ ഘടന അനുസരിച്ച് അതൊരു സിമ്പിളോ കോമ്പൗണ്ടോ കോംപ്ലക്സോ കോമ്പൗണ്ട് കോംപ്ലക്സോ ആവും. അപ്പോൾ പദങ്ങളുടെ ക്രമം അനുസരിച്ച് നമുക്ക് ഒരു തരത്തിൽ വിളിക്കാം, ക്ലോസുകളുടെ ഘടന അനുസരിച്ച് അതിനെ വേറെ പേരിലും വിളിക്കാം. അപ്പോൾ ഒരേ വാചകം പദങ്ങളുടെ ക്രമം അനുസരിച്ച് ഒരു അസർട്ടീവ് ആവാം, അതേ എക്സ്ക്ലമേറ്ററിയോ ഇൻട്രോഗേറ്റീവോ ആവാം, അല്ലെങ്കിൽ ഇമ്പരേറ്റീവോ ആകാം. അതേസമയം അതിലുള്ള ക്ലോസുകളുടെ ഘടന അനുസരിച്ച് അത് സിമ്പിൾ സെന്റൻസോ കോമ്പൗണ്ട് സെന്റൻസോ കോംപ്ലക്സ് സെന്റൻസോ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസോ ആവാം. കേട്ടില്ലേ? അപ്പോൾ ആദ്യം ഓർമ്മ വയ്ക്കുക, ഏതൊരു വാചകമായാലും നിങ്ങൾ കിട്ടിയാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഇത് ഏത് വാചകമാണ്. അതായത് പദങ്ങളുടെ ക്രമം അനുസരിച്ച് ഇവനെ ഏത് പേര് വിളിക്കാം. അതേ വാചകം തന്നെ അതിലടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടന അനുസരിച്ച് അതിനെ ഏത് പേരിൽ വിളിക്കാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കല്ല, ഇപ്പോൾ +1 +2 ഡിഗ്രി വരെയുള്ള കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലോ ക്ലാസ് തുടങ്ങിയിട്ട്. ഒരു വാചകം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാചകം എഴുതി അത് എന്ത് സെൻറ്റൻസിലാണ് നമ്മൾ എഴുതേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതാം. അപ്പോൾ പ്രീ ഡിഗ്രി +1, ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി എന്ന് പറയും പഠിക്കുന്ന കാലത്ത്, പിന്നെ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയും. ഇപ്പോൾ അങ്ങനെയല്ല, +1 +2 അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രാമറിൻ്റെ ഇമ്പോർട്ടൻസ് ഈ +1 +2 കുറഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞുള്ളത്. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് 20 മാർക്ക് ഗ്രാമറിന് ഉണ്ടാവും ഒരു പേപ്പറിൽ, ഡിഗ്രിക്കും 20 മാർക്കിൻ്റെ ഗ്രാമർ ഉണ്ടാവും. അപ്പോൾ മിക്കവാറും ഗ്രാമർ പഠിച്ചോനെ ഇംഗ്ലീഷ് പാസ്സാവാൻ പണിയില്ല. കാരണം അതൊന്നും കാര്യമായിട്ട് തെറ്റില്ല, കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. വീട്ടിൽ ചെന്ന ഉത്തരം കൃത്യമായിട്ട് കണക്കാക്കാനും പറ്റും. ഇത്ര സെക്കൻഡ്. അതേസമയം പാരഗ്രാഫോ എസ്സേയോ ഷോർട്ട് ആൻസർ എഴുതിയാൽ ഷോർട്ട് ആൻസറിന് ഫുള്ള് മാർക്ക് കിട്ടും. പാരഗ്രാഫ് എങ്ങനെ 5 മാർക്കിൻ്റെ പാരഗ്രാഫ് എഴുതിയാൽ 3 മാർക്ക് കിട്ടിയ ഭാഗ്യം. എസ്സയ്ക്ക് 50%, 20 മാർക്കിൻ്റെ എസ് ആണെന്നുണ്ടെങ്കിൽ 10 മാർക്ക് കിട്ടിയാൽ അത് ബെസ്റ്റ് എസ് എന്ന് ഞാൻ പറയും. അത് 15 കിട്ടിക്കഴിഞ്ഞാൽ പറയും വേണ്ട, അന്നൊന്നും അത് ലഭിക്കാറില്ല. ഇംഗ്ലീഷിലൊന്നും 70%-ലും കൂടുതലൊന്നും ഇംഗ്ലീഷിൽ ഞങ്ങളുടെ പേപ്പറിൽ കിട്ടാറില്ല ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്, പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കൊന്നും. മാത്രമല്ല പ്രീ ഡിഗ്രിക്ക് പെർസെൻറ്റേജ് നല്ല കോളേജ്, അതായത് സെൻറ്റ് തോമസ് കോളേജ്, സെൻറ്റ് മേരീസ് കോളേജ് തുടങ്ങിയ കോളേജുകൾക്ക് തന്നെ 70% പ്രീ ഡിഗ്രി പാസ്സാവാറുള്ളൂ പിള്ളേർ. ഡിഗ്രിക്ക് ഒരു 60% പാസ്സാവും, 40% തോൽക്കും. അന്ന് ഇന്നത്തെ പോലെ ക്ലാസ്സിൽ 100 പിള്ളേരൊന്നുമില്ല. ഞാനൊക്കെ ഇപ്പോൾ സെൻറ്റ് തോമസിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ 40 പിള്ളേരുള്ളൂ. 40 പിള്ളേരിൽ 20 പിള്ളേരെ റിസർവ്ഡ് ആണ്. അച്ഛൻ ഈ സെമിനാരിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും.
SC ST കുട്ടികളുണ്ടാവും, പിന്നെ വേറെ റിസർവേഷൻ ഉള്ളവരുണ്ടാവും. ജനറൽ മെറിറ്റിൽ ഒരു 40 കുട്ടികളുടെയും 25 പിള്ളേരെ ജനറൽ മെറിറ്റിൽ ഉണ്ടാവുള്ളൂ. മിനിമം ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തൊരു കുട്ടിയും സെൻറ് തോമസ് കോളേജിൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് അന്നത്തെ ചുറ്റുപാട്. പാസ്സാവാൻ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ കാലത്ത്, ബുദ്ധിമുട്ടായിരുന്നു. SLC പാസ്സാവുന്നതിന് 40% ഉണ്ടാവാറുള്ളൂ. ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ A+ കിട്ടുന്ന പോലെ ആയിരുന്നു. അതെ, സെൻറ് തോമസ് കോളേജിലോ സെൻറ് മേരീസിലോ പഠിക്കാൻ പോകുന്ന ഒരു 2-3 പിള്ളേരായിരുന്നു ഓരോ സെൻറ്ററിൽ നിന്ന്, മുല്ലശ്ശേരിയിൽ നിന്നും അപ്പോൾ അങ്ങനെ ഏനാമാവുന്നൊക്കെ. എന്തിനാവട്ടെ, ആ കാര്യം വിട്ട് കളയോ. ഇപ്പോൾ നമുക്ക് നോക്കുക. അപ്പോൾ സിമ്പിൾ സെനൻസ്, കോമ്പൗണ്ട് സെനൻസ്, കോംപ്ലക്സ് സെനൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ്, അത് ക്ലോസുകളുടെ ഘടന അനുസരിച്ച്. ഇപ്പോൾ ഞാൻ ബോർഡിൽ കുറച്ച് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് വാചകം, ഞാൻ ഇവിടെ എഴുതിയത് മുഴുവൻ പദങ്ങളുടെ ക്രമം അനുസരിച്ച് അസർട്ടീവ് സെനൻസ് ആണ് എഴുതിയത്, സാധാരണ വാചകം. അതന്നെ, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെനൻസ്. അസർട്ടീവ് സെനൻസ്, ഡിക്ലറേറ്റീവ് സെനൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നും ഒരേ വാചകം തന്നെ, പദങ്ങളുടെ ക്രമം അനുസരിച്ച്. അപ്പോൾ ഈ ഇവിടെ എഴുതിയുള്ള 6 വാചകമുണ്ട്. ഈ 6 വാചകത്തിലെ 6 വാചകം എന്താണെന്നുള്ളത് കണ്ടെത്തണം. പദങ്ങളുടെ ക്രമം അനുസരിച്ച് അത് ഏതാണ്, ക്ലോസുകളുടെ ക്രമം അനുസരിച്ച് അത് ഏതാണെന്ന് നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വീട്ടിൽ അത് എഴുതിയെടുക്കുക, ഈ വാചകങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് തരം തിരിക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബോർഡിലേക്ക് തിരിയാം. കേട്ടോളൂ. ഒന്നാമത്തെ വാചകം, ഗെറ്റിംഗ് അപ്പ് റഹീം വാക്ക്ഡ് അവേ. ഗെറ്റിംഗ് അപ്പ് റഹീം വാക്ക്ഡ് അവേ. ഗെറ്റിംഗ് അപ്പ് എന്നുള്ളത് ഫ്രേസാണ്. റഹീം വാക്ക്ഡ് അവേ എന്നുള്ളത് ക്ലോസ് ആണ്. ഇതിൽ ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ, ആയതുകൊണ്ട് ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് ഫ്രേസ് എന്ന് പറയാം. എന്താ ഫ്രേസ് എന്ന് പറയാനുള്ള കാരണം, പൂർണ്ണക്രിയ ഇല്ലാത്ത വാചകങ്ങളെയാണ് ഫ്രേസ് എന്ന് പറയാം. ഈ ഗെറ്റിംഗ് അപ്പ് എന്നുള്ളതിൽ നമ്മൾ പഠിച്ച 20 ടെൻസിൽ ഏതെങ്കിലും ടെൻസിൽ പെടാൻ പറ്റുമോ? പറ്റില്ല. ഒരു ING ഫോം ഇൻഫിനിറ്റീവ് ആണ്, പറഞ്ഞാൽ ING ഇൻഫിനിറ്റീവ് ആണ്, അതുകൊണ്ട് അപൂർണ്ണ ക്രിയയാണ്. റഹീം വാക്ക്ഡ് അവേ എന്നുള്ളതിൽ വാക്ക്ഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇതിന് ടെൻസ് വിളിക്കാം. അപ്പോൾ ടെൻസ് വിളിക്കുന്നതാണ് പൂർണ്ണക്രിയ. ഇവിടെ ഗെറ്റിംഗ് അപ്പ് എന്നുള്ളത് പൂർണ്ണക്രിയ അല്ല, ആയതുകൊണ്ട് ഇതൊരു ഫ്രേസും ഇതൊരു ക്ലോസും, ഒരു മെയിൻ ക്ലോസും ഒരു ഫ്രേസുള്ള വാചകത്തിനെ സിമ്പിൾ സെൻറ്റൻസ് പറയും. നിങ്ങൾ അവിടെ എഴുതി വയ്ക്കുക കേട്ടോ. രണ്ടാമത്തെ വാചകം, ഈ സിമ്പിൾ സെൻറ്റൻസ് നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കാൻ പറ്റും. എങ്ങനെ? 2 മെയിൻ ക്ലോസ് ആക്കിയാൽ മതി. 2 മെയിൻ ക്ലോസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മെയിൻ ക്ലോസ് ഇവിടെ ഉണ്ട്, അതേസമയം ഈ ഫ്രേസിനെ ക്ലോസ് ആക്കിയാൽ മതി. ഫ്രേസിനെ ക്ലോസ് ആക്കണമെങ്കിൽ ഈ നോൺ ഫിനിറ്റീവിനെ അല്ലെങ്കിൽ ഇൻഫിനിറ്റീവിനെ ഫിനിറ്റീവ് വർബാക്കണം. ഇപ്പം ഗെറ്റിംഗ് എന്നുള്ളത് ING രൂപമല്ലേ, അത് നോൺ ഫിനിറ്റീവ് ആണ്. അപ്പോൾ അതിനെ ഫിനിറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും ടെൻസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താ നമ്മൾ പറയാം, ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താ? എഴുന്നേറ്റ് നിന്നുകൊണ്ട്, എഴുന്നേറ്റ് റഹീം നടന്നുപോയി. എഴുന്നേറ്റ് റഹീം നടന്നുപോയി. അത് നമ്മൾ എന്ത് ചെയ്തു? 2 ക്ലോസ് ആക്കുമ്പോൾ എങ്ങനെ വരുന്നു? റഹീം എഴുന്നേൽക്കുകയും നടന്നു പോവുകയും ചെയ്തു. അപ്പോൾ റഹീം ഗോട്ടപ്പ്, ഒറ്റയ്ക്ക് നിൽക്കും. റഹീം എഴുന്നേറ്റു. ആൻഡ് വാക്ക്ഡ് അവേ. ഇവിടെ ഹീ സബ്ജക്റ്റ് കാണാനില്ല. പക്ഷെ കാണാനില്ല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ കോമ്പൗണ്ട് സെൻറ്റൻസിൽ എന്താ പ്രത്യേകം വെച്ചാൽ, ഒരേ ടെൻസിലാണോ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോട്ട് സിമ്പിൾ പാസ്റ്റ്, വാക്ക്ഡ് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ റഹീം എന്നുള്ളതിൻ്റെ പകരമുള്ള ഹീ എന്ന് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ആ സബ്ജക്റ്റ് അവിടെ ഉണ്ട്. സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ ക്ലോസ് ആവുള്ളൂ. ആയതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റ് ഇല്ല എന്ന് ധരിക്കരുത്. റഹീമിൻ്റെ പ്രോനൗണായുള്ള ഹീ. അപ്പോൾ ഹീ എന്ന് കൂടി വെച്ചിട്ട് എഴുതാൻ ഇവർ ആൻഡിൻ്റെ ആവശ്യമില്ല. റഹീം ഗോട്ട് അപ്പ്, ഫുൾ സ്റ്റോപ്പ്, ഈ വാക്ക്ഡ് അവേ. അപ്പോൾ 2 സെൻറ്റൻസ് ആയി. അതിന് പകരം ആൻഡ് വെച്ചിട്ട് നമ്മൾ ഒറ്റ സെൻറ്റൻസ് ആക്കിയിരുന്നു. 2 മെയിൻ ക്ലോസ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആവും. ആൻഡ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു കോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. കോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ക്ലോസുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ക്ലോസിനെ കൺജങ്ഷനെ കോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയും. അടുത്തത് ഹാവിങ് റിട്ടേൺ എ സ്റ്റോറി. ഹാവിങ് റിട്ടേൺ എ സ്റ്റോറി എന്നുള്ളതിൽ ഏതാ വെർബ്? വെർബില്ല, വെർബിൻ്റെ രൂപമുണ്ട്. രൂപം ഉണ്ടായാൽ പോരാ, അത് അപൂർണ്ണക്രിയയാണ്. ഹാവിങ് പ്ലസ് V3 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പിളാണ്. ഇതിന് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുക. ഇത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് കോൾഡ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവിങ് റിട്ടേൺ എ സ്റ്റോറി, കഥ എഴുതിയത് കൊണ്ട് അവൻ അത് പബ്ലിഷ് ചെയ്യാൻ അയച്ചു. ഈ സെൻഡ് അയച്ചു, അവൻ അത് അയച്ചു. ടു പബ്ലിഷ് എന്നുള്ളൊരു വെർബല്ല, വെർബിൻ്റെ ഫോമാണ്. ടു ഇൻഫിനിറ്റീവ് ആണ്. ഇതിന് പൂർണ്ണക്രിയ അല്ല. ഇത് പൂർണ്ണക്രിയ, കാരണം ഇതിൻ്റെ സെൻഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ആണ്.
ടു പബ്ലിഷ് ടു ഇൻഫിനിറ്റീവ് ആണ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ അപൂർണക്രിയയാണ്. ഇത് ഫിനിറ്റീവ് വെർബാണ്. അപ്പോൾ ഫിനിറ്റീവ് വെർബ് ഉണ്ടാവണം. ഇവിടെ ഫിനിറ്റീവ് വെർബിൽ ഹാവിങ് പ്ലസ് V3 എന്നുള്ളത്, V3 നമുക്കറിയാം ഒരു പൂർണ്ണക്രിയ അല്ല, അപൂർണക്രിയയാണ്. അപ്പോൾ ഹാവിങ് റിട്ടൺ ഒരു കഥ എഴുതിയത് കൊണ്ട് അവൻ അത് പബ്ലിഷ് ചെയ്യാൻ അയച്ചു. ഇത് മെയിൻ ക്ലോസ്. ഒരു മെയിൻ ക്ലോസും ഒരു ഫ്രേസും സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഹാവിങ് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സിമ്പിൾ സെൻറ്റൻസ് ആവാനാണ് സാധ്യത. അടുത്തത് ഈ സെൻറ്റൻസിനെ തന്നെ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റാം. രണ്ട് മെയിൻ ക്ലോസ് ആക്കാൻ പറ്റും. ഹാവിങ് റിട്ടൺ എ സ്റ്റോറി എന്നുള്ളത് കഥ എഴുതിയത് കൊണ്ടെന്നുള്ളത് അവനൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹീ സെൻഡ് ഇറ്റ് ടു പബ്ലിഷ്. സെൻഡ് ഇറ്റ് കൂടി വേണം, സെൻഡ് ഇറ്റ് ടു പബ്ലിഷ്. അവനൊരു കഥ എഴുതിയിട്ടുണ്ടായിരിക്കുകയും അത് പബ്ലിഷ് ചെയ്യാൻ അയക്കുകയും ചെയ്തു. രണ്ട് മെയിൻ ക്ലോസ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന രണ്ട് ക്ലോസ്. ആൻഡ് എന്നുള്ള കൺജങ്ഷൻ, കോർഡിനേറ്റീവ് കൺജങ്ഷൻ. അടുത്തത് ആസ് സൂൺ ആസ് ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ. ആസ് സൂൺ ആസ് എന്നുള്ളൊരു കൺജങ്ഷനാണ്. ഹി സബ്ജക്റ്റ്, റീച്ച്ഡ് എന്നുള്ള വെർബ് സിമ്പിൾ പാസ്റ്റ്. ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ, അവർ സ്റ്റേഷനിൽ എത്തി, ഒറ്റയ്ക്ക് നിൽക്കും. അതേസമയം ആസ് സൂൺ ആസ് കൂടി കൂട്ടി വായിക്കുമ്പോൾ അവൻ സ്റ്റേഷനിൽ എത്തിയ ഉടനെ, അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കില്ല. ക്ലോസ് ആണ്, സബ്ജക്റ്റ് വെർബുണ്ട്, ക്ലോസ് ആണ്, പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കില്ല. ആയതുകൊണ്ട് ഇതൊരു സബോർഡിനേറ്റീവ് ക്ലോസ്, SC സബോർഡിനേറ്റ് ക്ലോസ്. ദ ട്രെയിൻ ലെഫ്റ്റ്, വണ്ടി വിട്ടു, ട്രെയിൻ പോയി, അത് ഒറ്റയ്ക്ക് നിൽക്കും, അത് മെയിൻ ക്ലോസ്. അപ്പോൾ ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും ഉള്ളത് കൊണ്ട് ഇതിനെ കോംപ്ലക്സ് സെൻറ്റൻസ് പറയും. ശ്രദ്ധിക്കുക, കോംപ്ലക്സ് സെൻറ്റൻസ്. ഞാൻ ഇനിയും ഉദാഹരണങ്ങൾ പറഞ്ഞു തരണ്ടേ, ഇപ്പോൾ ഇത് എഴുതി വയ്ക്കുക. ഇത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇതൊരു സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. അപ്പോൾ ആസ് സൂൺ ആസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആസ് സൂൺ ആസിനെ തുടർന്ന് വരുന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇതൊരു സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. ആൻഡ് ഒരു കോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. ING രൂപം ഒരു നോൺ ഫിനിറ്റീവ് ആണ്. അതായത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഹാവിങ് പ്ലസ് V3 കണ്ടാൽ സിമ്പിൾ സെൻറ്റൻസ് ആണ് കാണുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ഫ്രേസ് ആണ്. അപ്പോൾ ഫ്രേസുകൾ കണ്ടെത്തുക. ഇനി ഈ റീച്ച് ഇതെന്ന് നോക്കോ, അവൻ എത്തിയ ഉടനെ ട്രെയിൻ പോയി എന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ സ്റ്റേഷനിൽ എത്തുകയും ട്രെയിൻ ഉടനെ പോവുകയും ചെയ്തു. ആൻഡ് വെച്ചിരിക്കുന്നു കോർഡിനേറ്റീവ് കൺജങ്ഷൻ. ഹി റീച്ച് ദ സ്റ്റേഷൻ, സ്റ്റേഷനിലെത്തി, മെയിൻ ക്ലോസ്. ദ ട്രെയിൻ ലെഫ്റ്റ് സൂൺ, ട്രെയിൻ ഉടനെ പോയി, രണ്ട് മെയിൻ ക്ലോസ്. ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ബീങ് റിച്ച് ഹി ക്യാൻ ബൈ എ കാർ. കേൾക്കണം, ബീങ് റിച്ച്, ബീങ് ഈസിൻ്റെ ING ഫോമാണ് ബീങ്. അപ്പോൾ ബീങ് റിച്ച് പണക്കാരനായതുകൊണ്ട് അവന് കാറ് വാങ്ങാൻ കഴിയും. ഇതിലെവിടെ ക്ലോസ്? ഹീ സബ്ജക്റ്റ്, ക്യാൻ ബൈ, ഹീ ക്യാൻ ബൈ എ കാർ, അവന് കാറ് വാങ്ങാൻ കഴിയും, മെയിൻ ക്ലോസ്. ഇതൊരു ഫ്രേസ് ആണ്. അപ്പോൾ ബീയിങ് പ്ലസ് ഒരു അഡ്ജക്റ്റീവ് നൗണൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊരു ഫ്രേസ് ആയിട്ടാണ് വരിക. അറിയാത്തവർ പറഞ്ഞു വയ്ക്കുക, ഗ്രാജുവലി മനസ്സിലാവും അത്. അപ്പോൾ പണക്കാരനായതുകൊണ്ട് അവന് കാറ് വാങ്ങാൻ കഴിയും, സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഒരു മെയിൻ ക്ലോസ്, ഒരു ഫ്രേസ്. അടുത്തത് ഇത് തന്നെ നമുക്ക് കോംപ്ലക്സ് ആക്കിയുള്ള നോക്കോ, കോമ്പൗണ്ട് ആക്കിയുള്ള നോക്കോ. ഹി വാസ് റിച്ച്, അവൻ പണക്കാരനാവുകയും ആയതുകൊണ്ട് ഈ ക്യാൻ ബൈ എ കാർ. ആൻഡ് സോ എന്നുള്ളത് ശ്രദ്ധിക്കുക, ആൻഡ് സോ എന്ന് കൂടി വന്നാൽ അത് കോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. രണ്ട് മെയിൻ ക്ലോസ് ആണ് വരിക. ഹി ക്യാൻ ബൈ എ കാർ, ഹി വാസ് റിച്ച് ആൻഡ് ഹി ക്യാൻ ബൈ എ കാർ. കോമ്പൗണ്ട് സെൻറ്റൻസ്, രണ്ട് മെയിൻ ക്ലോസ്. അപ്പോൾ രണ്ട് മെയിൻ ക്ലോസ് ഉള്ള വാചകത്തിനെ കോമ്പൗണ്ട് സെൻറ്റൻസ് പറയും. ആസ് ഹി വാസ് റിച്ച്, പണക്കാരനായതുകൊണ്ട് ഹി ക്യാൻ ബൈ എ കാർ. ഹി വാസ് റിച്ച് എന്നുള്ള മെയിൻ ക്ലോസ്, ക്ലോസ്, അതിനോടുകൂടി ആസ് ചേർത്തിരിക്കുന്നു. ആസ് എന്നുള്ളത് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. അപ്പോൾ അവൻ പണക്കാരനായതുകൊണ്ട് അവന് കാറ് വാങ്ങാൻ കഴിയും. ഇത് മെയിൻ ക്ലോസ്, ഇത് സബോർഡിനേറ്റ് ക്ലോസ്. എഴുതിയിരിക്കണം, എന്നിട്ട് തൊട്ടത്ത് എഴുതി പഠിക്കണം. ഇതുപോലെ വേറൊരു വാചകം കൂടി നമ്മൾ എഴുതി വെക്കുക. ആസ് ഹി വാസിൽ ഈ കനോട്ട് ഗോ ടു സ്കൂൾ എന്നൊക്കെ എഴുതാം, നമുക്ക് സ്വന്തമായിട്ട് എഴുതാം. 5 ഹി വാസ് അറസ്റ്റഡ്. നോക്കൂ, ഹി സബ്ജക്റ്റ്, വാസ് അറസ്റ്റഡ് സിമ്പിൾ പാസ്റ്റ് പാസീവ് ആണ്. ടെൻസ് വിളിക്കാം, ഇത് പാസീവിലാണ് കിടക്കുന്നത്. ആൻഡ് ഹി വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ. അവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഇതിനെ ആക്റ്റീവായിട്ട് ദ പോലീസ് അറസ്റ്റഡ് ഹിം, ഫുൾ സ്റ്റോപ്പ്, ദ പോലീസ് ടുക്ക് ഹിം ടു ദ പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ്. ഇത് പാസീവ് ആണ്. അപ്പോൾ ഇത് മെയിൻ ക്ലോസ്, അവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകപ്പെട്ടു, രണ്ട് മെയിൻ ക്ലോസ്. ആൻഡ് എന്നുള്ള കൺജങ്ഷൻ, കോർഡിനേറ്റീവ് കൺജങ്ഷൻ, രണ്ട് മെയിൻ ക്ലോസ്. ഹാവിങ് ബീൻ അറസ്റ്റഡ്, അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് എന്നാണ് ഇതിനെ പറയാം. ഇതിൻ്റെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു നമ്മൾ. ഇതിൻ്റെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് ശ്രദ്ധിക്കണം. ഹാവിങ് പ്ലസ് ബീൻ പ്ലസ് V3 കണ്ടാൽ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ അതൊരു ഫ്രേസ് ആണ്, അത് പൂർണ്ണക്രിയ അല്ല. കാരണം ഇതിൽ അറസ്റ്റഡ് എന്നുള്ളൊന്നുമില്ല, അതൊക്കെ V3 ആണ്. V3 അറസ്റ്റഡ് പൂർണ്ണക്രിയ അല്ല, ഫിനിറ്റീവ് അല്ല.
ഈ വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ, അവനെ സ്റ്റേഷനിലേക്ക് എടുക്കപ്പെട്ടു. മെയിൻ ക്ലോസ് ആണ്. ഒരു മെയിൻ ക്ലോസ്, ഒരു ഫ്രേസ്, സിമ്പിൾ സെൻറ്റൻസ്. അതേസമയം വെൻ ഐ പ്ലേഡ് ദ വയലിൻ, ഞാൻ വയലിൻ വായിച്ചു, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇത് വായിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കില്ല. ഞാൻ വയലിൻ വായിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കും. വായിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കില്ല. ഈ വെൻ എന്നുള്ള കൺജങ്ഷനാണിത്. അപ്പോൾ വെൻ ഒരു സബോർട്ടീവ് കൺജങ്ഷനാണ്, സബോർട്ടീവ് ക്ലോസ്. പിന്നെ ദ ബോയ്സ് സാങ്, ആൺകുട്ടികൾ ആടി, സിമ്പിൾ പാസ്റ്റ്, പാടി, സിമ്പിൾ പാസ്റ്റ്. ഒരു സബ്ജക്റ്റും ഒരു വെർബും. ആൻഡ് കൺജങ്ഷൻ, കോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്ന് മനസ്സിലാക്കണം. രണ്ട് മെയിൻ ക്ലോസിൻ്റെ കൂട്ടുന്നതാണ്. ദ ഗേൾസ് ഡാൻസ്ഡ്, പെൺകുട്ടികൾ ആടി. ഞാൻ വയലിൻ വായിച്ചപ്പോൾ ആൺകുട്ടികൾ പാടി, പെൺകുട്ടികൾ ആടി. രണ്ട് മെയിൻ ക്ലോസ്, ഒരു സബോർഡിനേറ്റ് ക്ലോസ്, കോമ്പൗണ്ട് കോംപ്ലക്സ്. രണ്ട് മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും കൂടിയ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്ന വാചകങ്ങളുടെ വിശദീകരണം. നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ വാചകം അങ്ങനെ എഴുതുക, വരയ്ക്കുക. വേണ്ട പോലെ സിമ്പിൾ സെൻറ്റൻസ് ആണോ എന്ത് സെൻറ്റൻസ് ആണോ എന്ന് സ്വയം തിരിച്ചറിയുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളൊന്ന് തയ്യാറായി വരിക. അടുത്ത ക്ലാസ്സിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ക്ലാസ് ആണ്. 10ാം ക്ലാസ് വരെയുള്ളവർക്കൊന്നും പെട്ടെന്ന് പിടിയിട്ടില്ല. എന്നാലും ഇംഗ്ലീഷ് മീഡിയം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. കാരണം അവർ ഒരുപാട് വായിക്കുന്നവരും ഒരുപാട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരുമാണ്. അപ്പോൾ ഇതുവരെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി. താങ്ക് യു.